ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോ പറഞ്ഞല്ലോ. ഓംസ് ലോ എന്തായിരുന്നു? ഓംസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് പറഞ്ഞു. സോ വി ബൈ ഐ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് എന്താണ്? ഒരു കണ്ടക്ടറിന്റെ എബിലിറ്റി ആണ്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആണ്, അല്ലെ അതിന്റെ കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് പറഞ്ഞു. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മൾ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഭാഗം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് വിചാരിക്കുന്നു. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം അറിഞ്ഞിട്ട് തന്നെ പഠിക്കുക, വെറുതെ കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്, മൊത്തം കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. ഇടയിലൊന്നും വിട്ടുപോകരുത്. കാരണം ഇതെന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നോക്കിയാൽ അടുത്തത് നമുക്ക് പറയാനുള്ളത് റെസിസ്റ്റർ എന്താണ് എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് ഇപ്പോൾ ക്ലിയർ ആയി. ഇനി റെസിസ്റ്റർ നമുക്ക് നോക്കാം. കണ്ടക്ടർ യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ സർട്ടൈൻ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ഈസ് കോൾഡ് റെസിസ്റ്റർ. റെസിസ്റ്റർ അതായത് നമ്മൾ ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ കണ്ടക്ടർ യൂസ് ടു ഇൻട്രൊഡ്യൂസ്, അതായത് ഒരു കണ്ടക്ടറിലേക്ക് റെസിസ്റ്റൻസ്, നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ എബിലിറ്റിയാണ്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് റെസിസ്റ്റൻസ്. അപ്പം ഈ ഒരു എബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു കണ്ടക്ടറിന് ഈ ഒരു എബിലിറ്റി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലേക്ക് റെസിസ്റ്റൻസ് കൊണ്ടുവരാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവരുന്ന, ഒരു സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സാധനത്തെ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റർ എന്ന് പറയാം. റെസിസ്റ്റർ. മൾട്ടിമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ റെസിസ്റ്റൻസ്. നമ്മളെ റെസിസ്റ്റൻസ് കൊണ്ടുവരാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റെസിസ്റ്റർ. അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്, മാറിപ്പോകരുത്. എന്നാൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ഒരു ഡിവൈസ്, ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന, ഇതാണ് മൾട്ടിമീറ്റർ. അപ്പോൾ നമ്മുടെ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് മൾട്ടിമീറ്റർ. എന്നാൽ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റെസിസ്റ്റർ. തമ്മിൽ മാറിപ്പോരുത്. റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റെസിസ്റ്റർ, മെഷർ ചെയ്യുന്നത് മൾട്ടിമീറ്റർ. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഇതാ റെസിസ്റ്റൻസ് അല്ലേ, റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ദെൻ റെസിസ്റ്റൻസ് എന്താണ്? മെഷർ ചെയ്യല്ലേ, മെഷർ. നോക്ക്, മെഷർ എം അല്ലേ, സോ ദാറ്റ് ഈസ് മൾട്ടിമീറ്റർ. അങ്ങനെ ആലോചിക്കാം. മെഷർ ചെയ്യുന്നത് മൾട്ടിമീറ്റർ, മെഷർ എം, മൾട്ടിമീറ്റർ എം. ക്ലിയർ ആയോ? അപ്പോൾ മാറിപ്പോവില്ല. മെഷർ ചെയ്യുക എം ആണ്, സോ മൾട്ടിമീറ്റർ എം ആണ്. സോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ മൾട്ടിമീറ്റർ. ദെൻ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, ഇവിടെ ഐ അല്ലേ, ഇൻട്രൊഡ്യൂസിന് ഐ അല്ലേ, സോ റെസിസ്റ്റർ. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ ഐ ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രോ എന്നില്ലേ, റെസിസ്റ്റർ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ആ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വേണ്ട. റെസിസ്റ്റൻസ് മെഷർ മൾട്ടിമീറ്റർ എന്നറിയാലോ. അപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്താ? റെസിസ്റ്റർ എന്ന് ആലോചിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ആലോചിച്ചാലും മതി. ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. റെസിസ്റ്റൻസ് എം, മെഷർ എം, ദാറ്റ് ഈസ് മൾട്ടിമീറ്റർ, മൾട്ടിമീറ്ററും എം. അപ്പം റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിമീറ്റർ അല്ല, പിന്നെ ഏതാ ഉള്ളത്? റെസിസ്റ്റർ അല്ലേ. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പം മാറിപ്പോരെ. അധികവും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. റെസിസ്റ്റർ ആണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാന്ന് എല്ലാവരും അങ്ങ് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ പേരും ഉണ്ട്. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക, മൾട്ടിമീറ്റർ മെഷർ എം, മൾട്ടിമീറ്റർ എം. ആ രീതിയിൽ ആലോചിക്കാം. ക്ലിയർ ആയോ? പിന്നെ മൾട്ടിമീറ്റർ മാത്രമല്ലേ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? നോക്കാം. ഓഫ് എ കണ്ടക്ടർ ഡയറക്റ്റ്ലി. അതുപോലെ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മാത്രമല്ല മെഷർ ചെയ്യുക, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട്. അത് കൂടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മൾട്ടിമീറ്ററിന് എന്താ മെഷർ ചെയ്യാൻ പറ്റും. മെയിൻലി റെസിസ്റ്റൻസ് ആണ് മൾട്ടിമീറ്റർ മെഷർ ചെയ്യുന്നത്. അതല്ലാതെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ സർക്യൂട്ടിലുള്ള കറണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മൾട്ടിമീറ്ററിന് മെഷർ ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻലി റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ഏതാ, അങ്ങനെ നിങ്ങളോട് ചോദിക്കും. ദാറ്റ് ഈസ് മൾട്ടിമീറ്റർ. അത്രയും ആലോചിച്ച് വെക്കുക. Then measure resistance of a nichrome wire used in electric heater with a multimeter. Immediately after heater is turned off, measure again after it cools. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു നിക്രോം വയർ എടുത്തു, അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഹീറ്റർ വർക്ക് ചെയ്തു, അത് ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ടൈമിൽ മൾട്ടിമീറ്റർ വെച്ച് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറഞ്ഞു. ദെൻ ആഫ്റ്റർ സം ടൈം അത് കൂളായല്ലോ, അതിനുശേഷം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ വിച്ച് കേസ് റെസിസ്റ്റൻസ് ഈസ് ഹയർ. റെസിസ്റ്റൻസ് ഹയർ എപ്പോഴായിരിക്കും അറിയോ? ടെമ്പറേച്ചർ കൂടുതൽ ഉണ്ടാകുമ്പോൾ. സോ റെസിസ്റ്റൻസ് ഈസ് ഹയർ എപ്പോഴും എന്താണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹീറ്റർ ഈസ് ടേൺഡ് ഓഫ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എന്താണ്? ഹീറ്റർ ടേൺഡ് ഓഫ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ? നമുക്ക് എന്ത് മനസ്സിലാക്കാം? റെസിസ്റ്റൻസ് എന്താ? ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കുറയും. അപ്പോൾ ഹീറ്റർ ഓഫ് ആക്കിയപാട് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, അപ്പം ഗ്രേറ്റർ റെസിസ്റ്റൻസ് ആണ്. എന്നാൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? കുറഞ്ഞു വരും. സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ഗ്രേറ്റർ ആയിരിക്കും. കുറച്ച് ടൈം നോക്കിയപ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി നോക്കിയപ്പം 10 ആണെന്ന് വെച്ചോ, ആഫ്റ്റർ സം ടൈം 5 ആണെന്ന് വെച്ചോ, അതും കഴിഞ്ഞ് കുറച്ചുകൂടെ ടൈം നോക്കിയപ്പോൾ അത് 1 എത്തിയിട്ടുണ്ടാവും. അതായത് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് നമ്മൾ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് എന്താവുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? സോ ഡു എനി അതർ ഫാക്ടർ ഇൻഫ്ലുവൻസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിന് ഏതൊക്കെ ഫാക്ടറാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ഫാക്ടറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, നോക്കാം. EF is a nichrome wire having same length and twice the thickness of CD. ഈ ഫിഗറിന്റെ ബേസിലാണ് പറയുന്നത്. EF ഉണ്ടോ? EF എന്ന് പറയുന്നത് നിക്രോം വയറാണ് എന്നാണ് പറയുന്നത്. സെയിം ലെങ്ത് ആൻഡ് ട്വൈസ് ദ CD എവിടെ? ഇതാണ് CD. ഇത് CD ആണ്. ഇത് നിക്രോം വയറാണ്, ഇതും നിക്രോം വയറാണ്. എന്നാൽ EF എന്ന് പറയുന്നത് CD-ന്റെ അതേ സെയിം ലെങ്ത് ഒക്കെ തന്നെയാണ്, എന്നാൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് CD-ന്റെ ഡബിളാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then പറഞ്ഞിട്ടുള്ളത് GH is a copper wire of same length and diameter of CD. They are screwed in a wooden board. ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് GH-ലെ ഇത് കോപ്പർ ആണ്, കോപ്പർ. ഇത് നിക്രോം ആണ്, ഇതും നിക്രോം ആണ്. എന്നാൽ GH എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തും തിക്നെസ്സും ഒക്കെ സെയിം ആണ്. ഇവിടെ EF എന്ന് പറയുന്നതിന് തിക്നെസ് കൂടുതലാണ്. അത് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ എന്താണ്? ഒരു വുഡൻ ബോർഡിൽ സ്ക്രൂ ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. ദെൻ M is the മിഡ് പോയിന്റ് ഓഫ് നിക്രോം വയർ CD. M എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ J is the free end of the conductor whose other end is connected to a negative terminal of battery. Touch the free end J to M, D, F and H, one after the other. Observe the change in the intensity of light of the bulb and ammeter reading. നമുക്ക് നോക്കാം. ഇവിടെ ബൾബ് വെച്ചിട്ടുണ്ട്, ഇവിടെ അമ്മീറ്റർ ഉണ്ട്. അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് പോസിറ്റീവ് വെച്ചിട്ട് ഇതൊരു എൻഡ്, J എന്ന് പറയുന്ന ഒരു എൻഡാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ബൾബ് കത്തുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ വെച്ച് നോക്കും. ദെൻ ഈ വയർ ഇവിടെ വെച്ച് നോക്കും. അപ്പോൾ ഈ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്.
നമുക്ക് നോക്കാം, ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞതാണ്. ഓക്കെ, സോ മിഡ് പോയിന്റ്, ദ പോയിന്റ് ഫോർ ദ എൻഡ് ഓഫ് ജെ ടച്ചസ്, ജെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെങ്ത് ആൻഡ് തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ, അതായത് നമ്മളെ ലെങ്ത്തും തിക്നെസ്സും ആണ്, അല്ലെ ലെങ്ത് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ ആണ് തന്നിട്ടുള്ളത്. 20 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ തിക്കറാണ്, 40 സെന്റിമീറ്റർ. ദെൻ ഇവിടെ തന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിക്രോമ് ലാസ്റ്റ് കോപ്പർ. അങ്ങനെയാണെങ്കിൽ അമ്മീറ്റർ റീഡിംഗ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് 20 സെന്റിമീറ്റർ ഉള്ളപ്പോൾ നിക്രോം വയർ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കാം, 10 ആണ് എന്നുള്ളത് വിചാരിക്കാം. ദെൻ 40 സെന്റിമീറ്റർ ആണ് നിക്രോം വയർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന അമ്മീറ്റർ റീഡിങ് 20 ആണെന്ന് വിചാരിച്ചോ. ദെൻ നമ്മൾ പറയുന്നത് 40 സെന്റിമീറ്റർ തന്നെയാണ്, തിക്കറാണ്. നമ്മൾ പറഞ്ഞാൽ ട്വൈസ് ദ തിക്നെസ് എന്ന് പറഞ്ഞ് ഡബിൾ കട്ടി കൂടുതലാണ് എന്നുള്ള, തിക്നെസ് കൂടുതലാണ് എന്നുള്ള സെയിം നിക്രോം വയർ ആണ്. അപ്പം എനിക്ക് കിട്ടുന്നത് ഒരു 15 ആണ് എന്ന് വിചാരിക്കാം. ദെൻ നമ്മൾ പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്, കോപ്പർ ആണ് എടുത്തിട്ടുള്ളത്. കോപ്പർ ആയപ്പോൾ എനിക്ക് എന്താണ് 15 ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ടേബിൾ ഏകദേശം ഒരു വാല്യൂ ഫില്ല് ചെയ്ത്, അപ്പോൾ നമുക്ക് ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ലെങ്ത്ത് 20 ആണ്, അപ്പോൾ എനിക്ക് 10 ആണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 40 ലെങ്ത്ത് കൂടി, സെയിം നിക്രോം വയർ ഒരേ തിക്നെസ്, ലെങ്ത്ത് കൂടിയപ്പോൾ എന്തായി, അമ്മീറ്റർ റീഡിങ് എന്തായി, കൂടി. എന്നാൽ ഈ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 40 രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആണ്, നിക്രോം ആണ് കൂട്ടിയിട്ടുള്ളത്, പക്ഷേ തിക്നെസ് ഇവിടെ കൂടുതലാണ്. തിക്നെസ് കൂടിയപ്പോൾ എന്താണ്, കറണ്ട് കുറഞ്ഞു. ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് വൺ 40 സെന്റിമീറ്റർ ആണ്, പക്ഷെ കോപ്പർ ആയപ്പോൾ എന്താണ്, കറണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് ഇതൊക്കെ ക്ലിയർ ആയോ? ഇനി നമുക്ക് ഓരോന്നും നോക്കാം. In all case, the potential difference applied across the circuit is same. എല്ലാ കേസിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ, V is equal to IR. V എന്ന് പറയുന്നത് IR ആണ്. Is in the change in ammeter reading attributed to the change in the resistance. അതായത് V സെയിം, അപ്പം I മാറിയിട്ടുണ്ട് ഓരോ കേസിലും. അതായത് ലെങ്ത് കൂടിയപ്പം മാറി, തിക്നെസ് കൂടിയപ്പം മാറി, കോപ്പർ മെറ്റീരിയലിൻ്റെ നാച്ചർ മാറിയപ്പം മാറി. അപ്പം കറണ്ട് മാറുന്നുണ്ട്, അപ്പം അതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറുമല്ലോ. കാരണം V എല്ലാ കേസിലും സെയിമാ. V എല്ലാ കേസിലും സെയിം ആണ്. I മാറുമ്പോൾ R മാറിയാലാണ് Vക്ക് ഈക്വൽ ആവുള്ളൂ. മനസ്സിലായോ? സോ ചേഞ്ച്, യെസ് ചേഞ്ച് ഉണ്ട്, റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവും. ഇൻ വിച്ച് സിറ്റുവേഷൻ ദ അമ്മീറ്റർ റീഡിങ് ഇൻ ദ കറണ്ട് ഈസ് എന്താണ്, ഇൻ വിച്ച് സിറ്റുവേഷൻ ദ അമ്മീറ്റർ റീഡിങ് ഇൻ ദ കറണ്ട് ഈസ് ലീസ്റ്റ്. ഏത് സിറ്റുവേഷനിലാണ് ലീസ്റ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ പറയാം എന്താണ്, കോപ്പറിൻ്റെ കേസിലാണ് എന്ന് പറയാം. കോപ്പറിൻ്റെ സപ്പോസ് 14 ആണെന്ന് വിചാരിച്ചു, 14 കോപ്പറിൻ്റെ കേസിലാണ് എന്ന് നമുക്ക് പറയാം. എന്താണ് ലാസ്റ്റ് ഡി സിറ്റുവേഷൻ, H ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, H. വാട്ട് ഈസ് ദ റീസൺ? എന്തായാലും കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റെസിസ്റ്റൻസ് എന്തായിരിക്കും, കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്താണ്, മോർ. അതായത് എന്താ, R ഈസ് ഈക്വൽ ടു V/I. അപ്പോൾ കറണ്ട് കൂടുക അല്ലെ കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുകയാണ്. സോ മോർ റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? സോ വാട്ട് ഹാപ്പൻ ടു ദ റെസിസ്റ്റൻസ് ആസ് ദ ലെങ്ത് ഓഫ് സെയിം കണ്ടക്ടർ ഇൻക്രീസസ്? ലെങ്ത് ഓഫ് കണ്ടക്ടറിന്റെ ലെങ്ത്, സെയിം കണ്ടക്ടറിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക എന്നാ ചോദിച്ചിട്ടുള്ളത്. നോക്ക്, 20 സെന്റിമീറ്റർ നിക്രോം, 40 സെന്റിമീറ്റർ നിക്രോം, കറണ്ട് കൂടിയില്ലേ? സോ ഇൻക്രീസസ്, ലെങ്ത് കൂടിയപ്പോൾ ഇൻക്രീസ് ചെയ്തു. വാട്ട് ഹാപ്പൻ ടു ദ റെസിസ്റ്റൻസ്? തിക്നെസ് ഓഫ് സെയിം കണ്ടക്ടർ ഇൻക്രീസസ്. തിക്നെസ് ഇൻക്രീസ് ചെയ്ത സമയത്ത് എന്താണ്, കുറഞ്ഞു. നിക്രോമിനല്ലേ 15 ആയല്ലോ. സോ ഡിക്രീസസ്. Then last ആണ്, in which has more resistance, nichrome or copper having same length and thickness? ഏതിനാണ് more resistance? നിക്രോമിനാണോ കോപ്പറിനാണോ? നിക്രോം.
നിക്രോമിനാണ് മോർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Based on the activities, write down the G അല്ലേ വരിക. ലീസ്റ്റ് വരുന്നത് എഫ് ആണ്. എഫ് ആണ് വരിക. കാരണം റെസിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണ് എന്ത് വരിക? റെസിസ്റ്റൻസ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? കറണ്ട് ആണ് വരുന്നത്. കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? റെസിസ്റ്റൻസ് കൂടുതൽ ഏതിനാണ്? നിക്രോമിന് റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ട് അതിലൂടെ എന്താണ്? കുറച്ചേ പാസ് ചെയ്യുള്ളൂ. അപ്പം കോപ്പറിനായിരിക്കും എന്ന് പറയുന്നത്? കറണ്ട് കൂടുതൽ വരിക. റെസിസ്റ്റൻസ് കൂടുതൽ നിക്രോമിനല്ലേ? റെസിസ്റ്റൻസ് നിക്രോമിന് കൂടുമ്പോൾ കറണ്ട് കുറയും. റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ട് കുറയും. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ തിക്നെസ് കൂടുന്ന സമയത്താണ് എഫ് ആണ് കൂടുതൽ. കാരണം തിക്നെസ് കൂട്ടിയപ്പം അവിടെയുള്ള കറണ്ട് എന്തായി? കുറഞ്ഞു. അമ്മീറ്റർ റീഡിങ് ലീസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, വിച്ച് ഹാസ് മോർ അത് നമ്മൾ പറഞ്ഞു. അടുത്തത്, ബേസ്ഡ് ഓൺ ദിസ് ആക്ടിവിറ്റി റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് എഴുതാണ്. ഫസ്റ്റ് വൺ നാച്ചർ ഓഫ് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു നിക്രോമിന് ഹയർ റെസിസ്റ്റൻസ് ആണ് കോപ്പറിനേക്കാളും. അപ്പോൾ അതിൻ്റെ നാച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. കോപ്പർ, നിക്രോമൊക്കെ അതിൻ്റെ സബ്സ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ എന്തുണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവാം. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ തിക്നെസ് നമ്മൾ പറഞ്ഞു. ആസ് തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ അത് എഴുതി വെച്ചോ. തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ then അടുത്തതാണ്, ഇറ്റ് ഈസ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ്. രണ്ടെണ്ണല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു ഫാക്ടർ ഇല്ലേ? നാച്ചർ ഓഫ് ദ കണ്ടക്ടർ ഉണ്ട്, തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ ഉണ്ട്. വേറൊരു കാര്യമുണ്ട്, ലെങ്ത് കൂടുമ്പോ എന്താ? ലെങ്ത് കൂടുന്നതുണ്ട്. സോ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈ മൂന്ന് ഫാക്ടർ എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്ന് ഫാക്ടറും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്താവും? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിക്രീസസ് വിത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇല്ലേ, നമ്മൾ പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്താവുന്നുണ്ട്? ഡിക്രീസ് ആവുന്നുണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദെൻ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്, അതായത് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് മാറുന്നതിനനുസരിച്ചും റെസിസ്റ്റൻസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി വെച്ചിട്ട് പറയുന്നത് നാച്ചർ മാറുന്നതിനനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. നാച്ചർ മാറുന്നതിനനുസരിച്ച് എന്താണ്? ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തിക്നെസ് ഓഫ് ദ എന്താണ്? കണ്ടക്ടർ. തിക്നെസ് മാറുന്നതിനനുസരിച്ച് ഡിഫറൻസ് വരും. അതായത് ഇപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുകയാണെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. ദെൻ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ് പറയുന്നത്. ലെങ്ത് കൂടുന്ന സമയത്ത് എന്താവും?
ലെങ്ത് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ടേബിളിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു എന്താ പറയുക, ഒരു വാല്യൂ ആണ്. ഇനി അമ്മീറ്റർ റീഡിങ് ഇവിടെ കൊടുക്കാം. അമ്മീറ്റർ റീഡിങ് എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, റെസിസ്റ്റൻസ് എന്താണ്, ലെങ്ത് കൂടുമ്പോൾ 10 കിട്ടിയത്, എന്നാൽ ലെങ്ത് 40 ആയ സമയത്ത് 20 ആണ് കിട്ടിയിട്ടുള്ളത്. റെസിസ്റ്റൻസ് ആ രീതിയിലാണ്. എന്നാൽ കറണ്ട് എങ്ങനെയായിരിക്കും എന്നറിയോ, തിരിച്ചാ വരിക. കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസിന് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ, ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അമ്മീറ്റർ റീഡിങ്. ദെൻ തിക്നെസ് കുറയാന്ന് പറയുമ്പോൾ എന്താണ്, തിക്നെസ് കൂടുക എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. പക്ഷെ കറണ്ടിന്റെ കേസിൽ എന്താ, കറണ്ടിന്റെ കേസിൽ അത് കൂടുകയാണ് ചെയ്യുക. കറണ്ടിന്റെ കേസിൽ അത് 18 ആയിട്ട് കൊടുക്കാം. ദെൻ കോപ്പറിന്റെ കേസിലില്ലേ, കോപ്പറിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാല്, കോപ്പറിന്റെ കേസിൽ ഇവിടെ റെസിസ്റ്റൻസ് എന്തായി, റെസിസ്റ്റൻസ് 25 അല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ള. അമ്മീറ്റർ റീഡിങ് അതിനനുസരിച്ച് എന്താവും, അമ്മീറ്റർ റീഡിങ് എന്താ ചെയ്യുന്നത്, അമ്മീറ്റർ റീഡിങ് കറണ്ട് കൂടും. റെസിസ്റ്റൻസ് കൂടുതൽ എന്തിനാണ് എപ്പോഴും, റെസിസ്റ്റൻസ് കൂടുതൽ എപ്പോഴും നിക്രോമിനാണ്. മനസ്സിലായോ? ഞാനിത് കൊടുത്തിട്ടുള്ള, ആദ്യം കൊടുത്തത് ഞാൻ അവിടെ റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അമ്മീറ്റർ റീഡിങ്, അവിടെ 2 ടേബിൾ വേണമായിരുന്നു, എന്നാലേ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവുള്ളൂ. അതുകൊണ്ടാണ് ഈ അമ്മീറ്റർ റീഡിങ്, ഇത് അമ്മീറ്റർ റീഡിങ്, ഇത് നമ്മൾ റെസിസ്റ്റൻസ് ആക്കി എടുത്തു. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ടേബിളിൽ റെസിസ്റ്റൻസിന്റെ ഒരു ഇതിലാണ് എഴുതിയിട്ടുള്ളത്, അമ്മീറ്റർ റീഡിങ് അല്ല എഴുതിയിട്ടുള്ളത്. ആ ഒരു ട്രെൻഡാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഇപ്പം ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ലെങ്ത് ഓഫ് ദ തിക്നെസ് ഓഫ് ദ എന്താണ് കണ്ടക്ടർ, അതായത് ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നതിനനുസരിച്ച്, അതായത് തിക്നെസ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് എന്താണ്, ഡിക്രീസസ്. ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇല്ലേ, ലെങ്ത് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് എന്താവും, ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. അത് ക്ലിയർ ആയോ? ദെൻ നാച്ചർ എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനനുസരിച്ചിരിക്കും, അത് കൂടാം കുറയാം. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഓൾസോ ഹാവ് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ്, അത് നമ്മൾ പറഞ്ഞു. നിക്രോം, ടെങ്സ്റ്റൺ, കോപ്പർ, അലൂമിനിയം ആൻഡ് സിൽവർ ഓഫ് സെയിം ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ സെയിം തിക്നെസ്സും എടുക്കണേ. നിക്രോം ആൻഡ് ടെങ്സ്റ്റൺ, നിക്രോമിനും ടെങ്സ്റ്റണും എന്തായിരിക്കും, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് നിക്രോമിനും ടെങ്സ്റ്റണും ആയിരിക്കും. ദെൻ അലൂമിനിയം, കോപ്പറിന് ഏറ്റവും ലോ റെസിസ്റ്റൻസ് ആണ്, വെരി ലോ റെസിസ്റ്റൻസ് ആണ്. എന്നാൽ സിൽവറിന് എന്താണ്, ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസ് തീരെ കുറവാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളോട് ചോദിക്കാം, കോപ്പർ വയർ എടുത്തു, ടെങ്സ്റ്റൺ വയർ എടുത്തു. അപ്പോൾ ടെങ്സ്റ്റൺ ആണോ കോപ്പറിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ? ടെങ്സ്റ്റൺ ആണ് റെസിസ്റ്റൻസ് കൂടുതൽ. ദെൻ നമ്മളോട് ചോദിക്കുക, ഒരേ ലെങ്ത് ഉള്ള എന്നാൽ ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ 2 വയർ എടുത്തു, ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ളതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. ദെൻ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഇത്രയും ഫാക്ടറാണ് നമ്മളെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് റെസിസ്റ്റൻസിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, റിയോസ്റ്റാറ്റ്. ഓക്കെ, റിയോസ്റ്റാറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റിയോസ്റ്റാറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. As the length of conductor increases without any change in area of cross section,
ഇറ്റ്സ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞു ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് എന്താവുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എ റിയോസ്റ്റാറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അത് ഈ ഒരു പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. While doing an electric experiment in a school lab, rheostat is connected to a circuit, vary the current as needed. അതെന്താണെന്ന് വെച്ചാൽ റിയോസ്റ്റാറ്റ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ +1 +2 ലാബിലുണ്ടാവും. ഫിസിക്സിന്റെ ലാബിൽ റിയോസ്റ്റാറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ റിയോസ്റ്റാറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളൊരു കണ്ടക്ടർ എടുത്തതെന്ന് വിചാരിച്ചോ. അതിൽ നമുക്ക് ലെങ്ത് മാറ്റിയിട്ട് കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ പറയുന്ന റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ നമ്മൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കറണ്ടിനെ വാരി ചെയ്യുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ദെൻ റിയോസ്റ്റാറ്റിന്റെ സിമ്പലാണ് ഇത്. റിയോസ്റ്റാറ്റിന്റെ സിമ്പലാണ് ഈ കൊടുത്തിട്ടുള്ളത്. റിയോസ്റ്റാറ്റിന്റെ സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കൺസ്ട്രക്ട് എ സർക്യൂട്ട് കണക്ടിങ് എ റിയോസ്റ്റാറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. Move the sliding contact S on the rheostat steadily and observe the change in intensity of light bulb. ഇവിടെ എന്താണെന്നറിയോ നമ്മൾ ചെയ്യാം. ഇതാണ് റിയോസ്റ്റാറ്റ്. 2 പോയിന്റ് കാണുന്നില്ലേ, D C. ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു എസ് എന്ന് പറയുന്ന സാധനം. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ സ്ലൈഡ് ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് സി ആണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറൂല, ഇത് സെയിമാ, ഫിക്സഡ് ആയിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഉണ്ട്, ദെൻ ബാറ്ററി ഉണ്ട്, അല്ലെ സെല്ലുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലൈഡ് ചെയ്യുന്ന സാധനമില്ലേ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുത്താം. അപ്പം ലെങ്ത് വാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിൽ വേരിയേഷൻ ഉണ്ടാവുമല്ലോ, അതാണ് റിയോസ്റ്റാറ്റ് ചെയ്യുന്ന ജോലി. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് അതിലുണ്ടാവുന്ന കറണ്ടിന് വാരി ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. എ ബി ഹൈ റെസിസ്റ്റൻറ്റ് വയർ ബൗണ്ട് അറൗണ്ട് എ പൈപ്പ് വിച്ച് ഇസ് ആൻ ഇൻസുലേറ്റർ. അതായത് ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള വയറ് ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, വൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Then DC metal rod having very low resistance. DC എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ഉള്ളൊരു മെറ്റൽ റോഡാണ് DC. എസ് എന്ന് പറയുന്നത് സ്ലൈഡിംഗ് കോണ്ടാക്ട് ആണ് ഈ എസ്. കറണ്ട് ഫ്ലോയിങ് ഫ്രം എ പാസസ് ത്രൂ ദ കോയിൽ ആൻഡ് റീച്ചസ് ദ എൻ സി ത്രൂ എസ്. അതായത് ഇതിൽ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് സിയിലേക്ക് എത്തുന്നുണ്ട് എസ്സിലൂടെ എന്നാണ് പറയുന്നത്. As sliding contact S is moved from D to C of metal rod, the length of coil through which the current passes varies. അതായത് നമുക്ക് ഈ കോയിലൂടെയാണല്ലോ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത്. ഇവിടെ കാണുന്നില്ലേ, ഈ കോയിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ എയിൽ നിന്നാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത്. ഫ്ലോയിങ് ഫ്രം എ ആൻഡ് പാസസ് ത്രൂ ദ കോയിൽ ആൻഡ് റീച്ച് ചെയ്യുന്നത് എങ്ങനെയാ, ഇതിൽ നിന്ന് എസ്സിലൂടെ പോയിട്ട് സിയിലേക്കാണ് കറണ്ട് റീച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ എസ്സിനെ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് വന്ന് ഇത്രയും കോയിൽ വന്ന് ഇവിടെ ടച്ച് ചെയ്ത് ഇനി ഇത് ഇവിടുന്ന് സിയിലേക്ക് പാസ് ചെയ്യും. അപ്പൊ എനിക്ക് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അതേ സ്ഥാനത്ത് ഞാൻ ഈ എസ്സിനെ ഞാൻ ഇവിടെ നീക്കി വെച്ച്, അപ്പൊ എന്താണ്, ഇത്രയും കറണ്ട് കോയിൽ ചെയ്തിട്ട് ഇവിടെ എത്തി, ഇവിടുന്നാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആ എസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് എസ് ഈസ് മൂവ്ഡ് ദ ലെങ്ത് ഓഫ് കോയിൽ ത്രൂ വിച്ച് കറണ്ട് പാസസ് വാരീസ്. നമ്മൾ ആ എസ് മാറ്റുന്നതിനനുസരിച്ച് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ് വാരി ചെയ്യുന്നുണ്ട്.
As a result, resistance in the circuit and hence current can be changed and as when required. അതായത് നമ്മൾ ആവശ്യാനുസരണം എന്താക്കാം, കറണ്ടിനെ വാരി ചെയ്യാം, അല്ലെ റെസിസ്റ്റൻസിനെ വാരി ചെയ്യാം. ഈ ഒരു സ്ലൈഡിങ് എസ് ഇല്ലേ, ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റിനെ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ വാരി ചെയ്യാം, അത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ റെസിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വാരി ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ആണ്. എ റിയോസ്റ്റാറ്റ് ഹാസ് 100 turns ഓഫ് റെസിസ്റ്റൻസ്. റിയോസ്റ്റാറ്റിന് 100 turns ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. ദ റെസിസ്റ്റൻസ് ഓഫ് 1 turn ഈസ് 1 turn എന്താണ്, 0.15 ohm ആണ്. Then which of the following value of resistance cannot be included in the circuit using this rheostat? ഇതിൽ തന്നിട്ടുള്ള ഏത് വാല്യൂ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റാത്തൊരു വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. 4 ohm ആണ് പറ്റാത്തത്. ബാക്കിയൊക്കെ നമുക്ക് എന്താണ്, ഈ 0.15ന്റെ മൾട്ടിപ്പിൾ ആണ്. 0.15ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. 3 ohm പറയാം, 7.5 ohm പറയാം, 8.25 ohm എന്താണ് 0.15ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. എന്നാൽ 4 ohm അത് കംപ്ലീറ്റ്ലി മൾട്ടിപ്പിൾ ആവുന്നില്ല, കറക്റ്റ് അല്ല, പ്രോപ്പർ അല്ല. അതുകൊണ്ട് 4 ohm ആണെന്ന് നമുക്ക് പറയാം. അപ്പം അതാണ് റിയോസ്റ്റാറ്റിൻ്റെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സർക്യൂട്ടിൽ, അതായത് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റർ ഇൻ സർക്യൂട്ട്, ഒരു സർക്യൂട്ടിലുള്ള റെസിസ്റ്ററിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ റെസിസ്റ്ററിനെ അറേഞ്ച് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സെല്ലിന്റെ അറേഞ്ച്മെന്റ് പറഞ്ഞില്ലേ, സീരീസ്, പാരലൽ എന്നൊക്കെ, അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോ കൺസ്ട്രക്ട് 2 സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗേഴ്സ്. ഫിഗറിൽ കാണിച്ചതുപോലെ 2 സർക്യൂട്ടിന്റെ കാര്യമാണ് പറയുന്നത്. 2 സർക്യൂട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. ഫിഗർ 7.28 ബി ആണ്, എയും ബിയും. യൂസിങ് 3 volt ബാറ്ററി, സ്വിച്ചസ് ആൻഡ് 3 volt ബൾബ്. ടേൺ ഓൺ ബോത്ത് ദ സ്വിച്ച് ആൻഡ് ഒബ്സർവ് ലൈറ്റ് ഫ്രം ബോത്ത് ബൾബ്. നമ്മളോട് പറഞ്ഞത് 2 എന്താണ് ബൾബ് വെച്ചിട്ടുണ്ട് 3 വോൾട്ടിൻ്റെ, ദെൻ ബാറ്ററി ഉണ്ട് 3 വോൾട്ടിൻ്റെ, സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സ്വിച്ചും ഓൺ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 സ്വിച്ചും ഓൺ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ടേൺ ഓൺ S1 ആൻഡ് S2 ബോത്ത് സർക്യൂട്ട്. ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ബൾബ് ഗ്ലോ മോർ ബ്രൈറ്റ്ലി? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ S1ഉം S2 ഉണ്ട്. അതിലേക്ക് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, 2 സ്വിച്ചും ഓൺ ചെയ്യുക, S1ഉം S2 എന്ന് പറയുന്ന സ്വിച്ചും ഓൺ ചെയ്യാൻ. എന്നിട്ട് ഏതിലാണ് ബൾബ് നല്ലതായിട്ട് ഗ്ലോ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ ടേൺ ഓൺ ഓൺലി സ്വിച്ച് S1 ഇൻ ബോത്ത് സർക്യൂട്ട്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? നമ്മളോട് പിന്നെ പറയുന്നത് എന്താണ്, S1ഉം 2 S1 മാത്രം ഓൺ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ വൈ ഡു ദ ബൾബ് ഇൻ ഫിഗർ 7.28 ഗ്ലോ റിലേറ്റീവ്ലി ബ്രൈറ്റർ ഇഫ് ഓൾ ദ സ്വിച്ചസ് ഇൻ ബോത്ത് സർക്യൂട്ട് ആർ ടേൺഡ് ഓൺ? നമ്മളോട് പറഞ്ഞത് ഇതിൽ എല്ലാ സ്വിച്ചും ഓൺ ചെയ്ത് കഴിഞ്ഞാലും 7.28 ബിയിലുള്ള ബൾബായിരിക്കും ബ്രൈറ്ററായിട്ട് എന്താണ് ഗ്ലോ ചെയ്യുക. അതിന് കാരണമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ബി ആണ് ഗ്ലോ ചെയ്യും. Why the difference in potential difference and current are the reason for the increase and decrease in the intensity of light. അതായത് നമ്മൾ പറഞ്ഞു രണ്ടിലും എന്താ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് 7.28 ബി ഇല്ലേ, 7.28 ബി ആണ് ബ്രൈറ്ററായിട്ട് ഗ്ലോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും വ്യത്യാസമാണ്. ദ അറേഞ്ച്മെന്റ് ദ ബൾബ് ആസ് ഷോൺ ഇൻ ദ
Figure 7.28a is in the connection series. Series connection ആണ്. And the arrangement of the bulb as shown in the figure 7.28b is in parallel. Parallel connection ആണ്. Does the resistance in the circuit differ when connected in series or parallel? അതായത് നമ്മളോട് ചോദിക്കുന്നത് സീരീസിലും പാരലലിലും കണക്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. അവിടെ നമ്മൾ സെല്ലാണ് കണക്ട് ചെയ്ത്, അത് തമ്മിൽ മാറ്റം വരിക, വ്യത്യാസം വരും. സെല്ല് പോലെയല്ല റെസിസ്റ്റൻസ്, അത് ആ ഒരു ഓർമ്മയെ ചെയ്യരുത്. അപ്പോൾ റെസിസ്റ്റൻസ് സീരീസിലും പാരലലും കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് വരില്ലേ, അതാ ചോദിച്ചിട്ടുള്ളത്. ചേഞ്ച് ഉണ്ടാവുന്നില്ലേ എന്ന്. യെസ്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. More characteristics of series and parallel connection can be used to understand the circuit with resistance instead of bulb. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ റെസിസ്റ്റർ ഇല്ലേ, റെസിസ്റ്റർ സീരീസിൽ കണക്ട് ചെയ്യുക. റെസിസ്റ്റർ ബൾബിന് റെസിസ്റ്റൻസ് ഉണ്ട്, ബൾബ്, അതിന് പകരം ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ കണക്ഷൻ വാരി ചെയ്യുന്നത്, സീരീസ് ആവുമ്പോൾ എങ്ങനെയാണ്, പാരലൽ ആവുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സീരീസ് കണക്ഷൻ എന്താണ്, പാരലൽ കണക്ഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതും റെസിസ്റ്റൻസിൻ്റെ കേസിൽ. നമ്മൾ സെല്ലിൻ്റെതിൽ നോക്കി, സെല്ലിൻ്റെതിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി റെസിസ്റ്റൻസ് അങ്ങനെ കണക്ട് ചെയ്യുമ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2 കണക്ഷനാണ് പഠിക്കുന്നത്, സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി വെച്ചതാണ്. ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത് അടുത്ത ക്ലാസ് പറയും. അപ്പോൾ ഈ ഒരു ഇൻട്രോ കാര്യം നല്ലോണം നോക്കിയാൽ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ അതല്ലാതെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് മൾട്ടിമീറ്റർ ആണ്. അതുപോലെ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റെസിസ്റ്റർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ പറഞ്ഞിട്ടുണ്ട്. നാച്ചർ ഓഫ് ദ കണ്ടക്ടർ, അതായത് നിക്രോം ടെങ്സ്റ്റൺ ആണ് റെസിസ്റ്റൻസ് കൂടുതലാണെന്നും സിൽവറിന് ലീസ്റ്റ് ആണെന്നും അലൂമിനിയം ഒക്കെ അതിൻ്റെ ഇടയിൽ വരുന്നതാണെന്നും. ദെൻ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്താവുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താവും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് ഫാക്ടർ പറഞ്ഞു, അത് ഏത് രീതിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അതിനനുസരിച്ച് കറണ്ടിൽ ഉണ്ടാവുന്ന മാറ്റം, റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന മാറ്റം. കറണ്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുക എന്നുള്ളതാണ്. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞു. 2 ടൈപ്പ് കണക്ഷൻ ഉണ്ട്, സീരീസ് ഉണ്ട്, പാരലൽ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ബൾബിൻ്റെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊരു തുടക്കമാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ് പറയും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ, ആ ഒരു സീരീസിനെ പാരലിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്